Hello friends, അപ്പോൾ നമ്മളൊന്ന് പറയാമോ നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരാഴ്ച രണ്ടാഴ്ച ആയിരുന്നുണ്ട് ഒന്നരാഴ്ച സംതിങ് ആയിട്ട് നമ്മളിപ്പോൾ ഐഫോൺ എടുത്തിട്ട് അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ആൻഡ്രോയിഡ് അല്ല സ്ഥിരമായിട്ട് ഇത്ര കാലം ഞാൻ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിൽ മോസ്റ്റ്ലി എല്ലാ ബ്രാൻഡും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് OnePlusൻ്റെ ഫോണാണ്. അപ്പോൾ OnePlusൻ്റെ ഫോൺ ഞാൻ ആക്ച്വലി കൊടുത്തിട്ടില്ല. അപ്പോൾ ശരിക്കും എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ പറയാമോ. നിങ്ങളൊരു ഐഫോൺ എടുക്കാൻ നോക്കുന്നുണ്ടോരാണെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഐഫോൺ എടുക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാനൊരു ഐഫോൺ ടു ആൻഡ്രോയിഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ iOSൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെ ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു, പിന്നെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. അത് നമ്മളെന്തായാലും ഫുൾ നെഗറ്റീവ് എന്തായാലും പറയുന്നില്ല. എന്താ വെച്ചാൽ ഐഫോണിന് അതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്, അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കോൺസും ഉണ്ട്, അത് വേറെ കാര്യം. എല്ലാ സാധനത്തിനും കോൺസും എല്ലാതുപോലെ തന്നെ അഡ്വാൻറ്റേജും എല്ലാത്തിനും ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ചാനൽ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയിട്ടുണ്ടെന്നുണ്ട്, ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവിൽ തുടങ്ങാം. അപ്പോൾ ഞാൻ എന്തായാലും ഞങ്ങൾക്ക് ഫോൺ എടുക്കട്ടെ. പോസിറ്റീവ് എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഒരു പ്രീമിയംനെസ്സാണ്. പക്ഷേ അതിന് ഒരു കോണുണ്ട് അതിൽ തന്നെ. പക്ഷേ അത് പറയാം, ഞാൻ എടുത്തിട്ടുണ്ടെന്ന് iPhone 13 ആണ്. ഇത് ഗ്രീൻ കളറാണ്, നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവിൽ ഫസ്റ്റ് തന്നെ വരുന്നത് ഒരു പ്രീമിയംനെസ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അത് ആൻഡ്രോയിഡിൻ്റെ ഒരു ഹൈ എൻഡ് ഫോണുകൾക്ക് കിട്ടുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു ബിൽഡ് ക്വാളിറ്റി വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയംനെസ് ശരിക്കും ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊരു കോണുണ്ട്, അത് വേറെ കാര്യം, ഞാൻ അത് പറയാത്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാമറയാണ്. പക്ഷേ ഫോട്ടോനല്ല കേട്ടോ, വീഡിയോ എടുക്കാൻ ഇതിൻ്റെ ക്യാമറ ഒരു ഒന്നൊന്നര സാധനം തന്നെയാണ്. ശരിക്കും നമുക്ക് ആക്ച്വലി DSLRന് പകരം വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട് വീഡിയോയ്ക്ക്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു ക്യാമറ ബെസ്റ്റ് സംഭവം ആയിരിക്കും. അപ്പോൾ സോറി, നമ്മുടെ ആമസോൺ വന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ക്യാമറയാണ്, ക്യാമറ പെർഫോമൻസ് ആണ്, അതും വീഡിയോ പെർഫോമൻസ് ആണ്. ഫോട്ടോയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി നമ്മുടെ OnePlusൻ്റെ ഹൈ എൻഡ് ഫോണുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നും പറയാനില്ല. പക്ഷേ കുറച്ചുകൂടി നാച്ചുറൽ ഫോട്ടോസാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ വീഡിയോ ഒരു രക്ഷയില്ല കേട്ടോ, വീഡിയോ ക്വാളിറ്റി സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എടുക്കാനുള്ള നിങ്ങളുടെ പ്ലാനായിട്ട് നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐഫോണിലേക്ക് തന്നെ പോയാൽ മതി, വേറെ ഓപ്ഷൻ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കറിയാം, ഐഫോണിന് ഇപ്പോൾ റീസെൻ്റ്ലി കുറേ കാലമായിട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നത് 12 വരെ ഭയങ്കര പ്രോബ്ലം ഉണ്ടായിരുന്നു, ബാറ്ററി ബാക്കപ്പ് ആയിരുന്നു. അത് ആക്ച്വലി ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട്. നമ്മുടെ iPhone 13 അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ഫാസ്റ്റിംഗ് ചാർജ് ആവുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് 20 വാട്ടിൻ്റെ ചാർജറാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ ചാർജ് ആവുന്നുണ്ട്. അതും ബാറ്ററി ബാക്കപ്പ് ഞാൻ ആക്ച്വലി അതിൻ്റെ പ്രോസലായിട്ട് പറയും കേട്ടോ. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് 20 വാട്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ വലിയ ഫാസ്റ്റ് ചാർജ് ആയിട്ട് തോന്നില്ലെങ്കിൽ, പക്ഷേ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കുറവാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൽ ഞാൻ അത് പ്രോസായിട്ട് തന്നെ കിടക്കും. പിന്നെ അതിൻ്റെ പെർഫോമൻസ് ലാഗ് സാധനമില്ല. അത് മെയിനായിട്ട് ഇതിൻ്റെ iOSനെ തന്നെ പറയണത് വെച്ചാൽ iOS നിങ്ങൾക്ക് അറിയാം നമ്മുടെ ലിനക്സ് കേർണലിൽ വെച്ച് ഉണ്ടാക്കിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ സ്മൂത്ത്നെസ് ഒരു വേറെ ലെവൽ തന്നെയാണ്. പിന്നെ പോരാത്തിന് വേറെ പ്രൊസസ്സറും എല്ലാം ഡിസൈൻ ചെയ്യുന്ന ആപ്പിൾ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല, ഇത് ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് വരുമ്പോൾ അങ്ങനെ ഡിഫറൻസ് വരും. പക്ഷേ ഇതിൻ്റെ ബെനിഫിറ്റ് അതുകൊണ്ട് തന്നെയാണ്, അവരെല്ലാം മാനുഫാക്ചേഴ്സ് അവർ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും എന്താ പറയുക, കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല എനിക്ക്, സംഭവം സ്മൂത്ത്നെസ്സും അല്ലെങ്കിൽ തന്നെ അതിൻ്റെ കറക്റ്റ് വാക്ക് കിട്ടുന്നില്ലല്ലോ, അതുണ്ട് സംഭവം, അതുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയത് സ്പീക്കർ ക്വാളിറ്റിയാണ്. നിങ്ങൾക്കറിയാം ഇതിൽ സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്, ഫ്രണ്ടും ബാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്പീക്കർ ക്വാളിറ്റി നമ്മൾ പറയുമ്പോൾ റിംഗ് ടോണിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല വോയിസ് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട് കേൾക്കുകയാണെങ്കിലും അതുപോലെ നമുക്ക് പല റിംഗ് ടോൺസ് അല്ലെങ്കിൽ കോൾസ് വരാകുമ്പോഴും നല്ല ഈസിലി നമുക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയതിൽ ഇതിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ആയിട്ടെന്ന് വെച്ചാൽ നമ്മുടെ OnePlusൻ്റെ അതിൽ നമുക്കതിൽ സ്റ്റീരിയോ സ്പീക്കർ തന്നെ വരുന്നത്. പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കറിന്. അത് നമുക്കിപ്പോൾ വീഡിയോ കാണുകയാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കോൾസ് എടുക്കുകയായാലും നല്ല ഡിഫറൻസ് ശരിക്കും അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കോൾ ക്വാളിറ്റിയും സൂപ്പർ തന്നെയാണ്, ഇഷ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറയാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് എന്ന് പറയാൻ നമുക്കൊന്നുമില്ല.
സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ബാക്കി എല്ലാം നോർമൽ നമ്മുടെ ഹൈ എൻഡ് ഇപ്പോൾ ആൻഡ്രോയിഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് നമ്മുടെ പ്രൈവസീനെ കുറിച്ചാണ്. പ്രൈവസി എന്തായാലും ആൻഡ്രോയിഡിനെക്കാട്ടും ഉണ്ട്, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ നമുക്കിതിൽ ആക്ച്വലി കുറേ കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ വർത്തമാനം പറയുന്ന വരെ നമ്മുടെ ഗൂഗിളും അതുപോലെ തന്നെ ഫേസ്ബുക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടായിട്ട് നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരാറുള്ളതാണ്. ആ സംഭവം കുറേയൊക്കെ ഇതിൽ ലിമിറ്റേഷൻസ് ആണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും. പിന്നെ എന്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും നമുക്ക് അതിൽ പെർമിഷൻ കൊടുക്കാൻ പറ്റും, ട്രാക്ക് ചെയ്യണോ വേണ്ടതെന്ന്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഫേസ്ബുക്ക് ഈ iOS പുതിയ സംഭവം വന്നപ്പോൾ തന്നെ ഫേസ്ബുക്കിനെ കുറച്ച് പണി കിട്ടിയത്. അപ്പോൾ അത് പ്രൈവസി വേറൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ് പർപ്പസിനും അതുപോലെ തന്നെ ബാങ്കിങ് പർപ്പസിനൊക്കെ ആയിട്ട് നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഐഫോൺ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കോണിലേക്ക് പോകാൻ നമുക്ക് എന്തായാലും വൺ ഓഫ് ദ മേജർ കോൺ നിങ്ങൾക്ക് അറിയായിരിക്കും പ്രൈസാണ്. തീരെ വാല്യൂ ഫോർ മണി അല്ല ഇവരുടെ പ്രൈസിങ്, പ്രത്യേകിച്ച് പ്രൈസിങ് ആയിട്ട് വരുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ നമുക്ക് ക്യാമറ സൈഡിലും അത് ഇഷ്യൂ വരുന്നത് നമ്മുടെ 13 സീരീസ് അല്ലെങ്കിൽ 14 സീരീസ് നമുക്ക് ഇവരെ സ്റ്റാർട്ടിങ് സീരീസ് ഉണ്ടല്ലോ ആ സാധനമാണ്. പ്രോ വെർഷന് ഈ പ്രോബ്ലം ഇല്ല. അതായത് നമ്മുടെ ക്യാമറ റിങ് അതിൻ്റെ സൈഡ് അവിടെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പെയിൻറ്റ് പോകുന്നുണ്ട്, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇതെൻ്റെ ഞാൻ പറഞ്ഞില്ല പുതിയ ഫോണാണ്, ഒരാഴ്ച ആയപ്പോഴേക്കും തന്നെ എൻ്റെ സൈഡിലത്തെ ചെറിയൊരു പെയിൻറ്റ് പോയി. അതും നമ്മളൊരു കേസ് ഉപയോഗിച്ചിട്ട് എന്ന് വെച്ചാൽ ഒരു ഹാർഡ് കേസ് ആയിരുന്നു, ആ കേസ് നമ്മൾ ഊരി അവിടെ പെയിൻറ്റ് പോയി. അപ്പോൾ ഇത്രയും വില കൊടുത്തിടത്തുള്ള ഫോൺ പെയിൻറ്റ് പോകുമെന്ന് പറഞ്ഞാൽ കണ്ട നല്ല വിഷമം വരും. അങ്ങനെ ഒരു ഇഷ്യൂ 13-നുണ്ട് 14 സീരീസിനുണ്ട്. അത് 14 സീരീസ് എന്ന് പറഞ്ഞാൽ 14 വെച്ചാൽ പ്രോ വെർഷനല്ല. പ്രോ വെർഷൻ്റെ മെറ്റീരിയലിൽ ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ സ്റ്റീലാണ് വരുന്നുണ്ട്, അലുമിനിയം എന്നുണ്ട്, കൺഫ്യൂഷനായി. അപ്പോൾ അത് വരുന്നുണ്ട്. അതിന് പ്രോ സീരീസിന് ഇഷ്യൂ ഇല്ല കേട്ടോ. പക്ഷേ ഈ 13 സീരീസിന് അതല്ല, ഈ 12 തൊട്ട് എല്ലാത്തിനും ഉണ്ട് ഈ ഇഷ്യൂ വരുന്നുണ്ട്. പെയിൻറ്റ് പോകുന്നുണ്ട് പെട്ടെന്ന്, പ്രത്യേകിച്ച് പോകുന്നത് നമ്മുടെ സൈഡിലും അതുപോലെ തന്നെ ക്യാമറയുടെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാമറയുടെ സൈഡ് പോവില്ല. പക്ഷേ ഈ സൈഡ് നമുക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കേസ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആപ്പിളിൻ്റെ റെക്കമെൻഡ് ചെയ്ത കേസ് ഉപയോഗിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കുന്ന കേസ്. ഭയങ്കര ഹാർഡ് കേസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്പീക്കറിലായാലും റിംഗിലായാലും എല്ലാത്തിലും നമുക്ക് ഇവിടെ ഭയങ്കര ഹാർഡായിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഞാൻ ആദ്യം സ്പീക്കറിൻ്റെ അല്ല റിംഗിയുടെ ഞാൻ ഉപയോഗിച്ചത്. പക്ഷേ അത് നമ്മൾ 2 വർഷം ഊരിപ്പോൾ തന്നെ അവിടെ ആ സൈഡിൽ പെയിൻറ്റ് പോയി. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് കേട്ടോ. ഇത് കുറേ പേര് കംപ്ലൈൻറ്റും പറയുന്നുണ്ട്, ഈ പെയിൻറ്റ് പോലെ ഇഷ്ടം പോലെ ആവുന്നുണ്ട്. പിന്നെ മേജർ കോൺ എന്ന് പറയാനുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആണ്. അത് ലിമിറ്റേഷൻസ് ആക്ച്വലി നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാം കുറച്ച് വളഞ്ഞു പിടിച്ച് മൂക്ക് പിടിക്കുന്ന പോലെയാണ്. അത് പക്ഷേ 16.2 അപ്ഡേറ്റ് വന്നപ്പോഴും അതും കുറച്ചും കൂടി പരിഹരിച്ചിട്ടുണ്ട്. കുറേയൊക്കെ അവർ ആൻഡ്രോയിഡിൽ നിന്ന് കോപ്പി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് പോയി ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ എന്താ പറയുക ഡയൽ പാഡിൽ പോയിട്ട് നമുക്ക് നമ്പർ അടിച്ചിട്ട് നമുക്ക് പേര് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ഇഷ്യൂകളുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക ഒരു വാട്സാപ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്കൊരു ഫുൾ ഒരു ബൾക്കായിട്ട് സംഭവം ചെയ്യണമെങ്കിൽ അതും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. എല്ലാം കുറച്ച് വളഞ്ഞു പിടിച്ച് മൂക്കുടിക്കുന്ന പോലെയാണ്. അങ്ങനെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ ഫോട്ടോ നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഗാലറിയിലേക്ക് വരില്ല. അത് ഗാലറിക്ക് പറയുമ്പോൾ നമ്മൾ സേവ് ടു ഫോട്ടോസ് കൊടുക്കണം. പക്ഷേ ഇതൊക്കെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ആക്ച്വലി iOS-ൻ്റെ ഒരു OS-ൻ്റെ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തേക്കുന്നത് എന്താ വെച്ചാൽ ഇതിനെല്ലാം ഇപ്പോൾ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് ആയിക്കോട്ടെ, ഇപ്പോൾ വേറൊരു ആപ്പ് ഫേസ്ബുക്കിൻ്റെ ആപ്പ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും സ്റ്റോറേജ് ഇവരെ സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ചാണ്. നമുക്കിപ്പോൾ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാത്തിലും കാണാം. ഏത് ഫയൽ മാനേജറിൽ പോയാലും കാണാം, വാട്സപ്പിൽ പോയാലും കാണാം, എല്ലാത്തിലും കാണാം. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വാട്സപ്പ് ഹാക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഫോൺ ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫോണിൻ്റെ ഫുൾ സ്റ്റോറേജ് ഫുൾ എടുക്കാൻ പറ്റും. അങ്ങനെ കുറേ ഇഷ്യൂകളുണ്ട്. പക്ഷേ ഐഫോണിൽ അത് പറ്റില്ല. വാട്സപ്പ് ഹാക്ക് ആയി കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ സ്റ്റോറേജിലുള്ള എന്ത് സംഭവം അത് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, അപ്പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുറച്ച് ചെയ്തേക്കുന്നത്. പക്ഷേ കുറച്ച് വളഞ്ഞു പിടിച്ച് നോക്കും. പക്ഷേ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ നിങ്ങൾക്ക് കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ തോന്നും ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ. പക്ഷേ അത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്യൂ ടിപ്പ് തോന്നുന്നില്ല ഇപ്പോൾ. പിന്നെ അതിൻ്റെ ഫോം ഫാക്ടർ ഭയങ്കര ചെറുതാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ 14+ എടുക്കണം. പക്ഷേ 14+ ഇപ്പോൾ നിർത്താൻ പോകുന്നത് ഞാൻ കേട്ടു. അത് തീരെ സെയിൽസില്ല. 14 സീരീസ് ഓൾറെഡി പൊട്ടിയപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഐഫോൺ എടുക്കാൻ താല്പര്യം നോക്കുന്നുണ്ടെങ്കിൽ 13 സീരീസ് എടുത്താൽ മതി. എന്താ വെച്ചാൽ 14 സീരീസ് തീരെ വാല്യൂ ഫോർ മണി അല്ല. മറ്റേ എന്താ പറയുക പ്രോ സീരീസിലത്തെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ചുമ്മാ ഗിമിക്കാണ്. അതൊരു 10% വരെ യൂസ് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ 14 Pro ഒന്നും എടുക്കാൻ നോക്കണ്ട. എന്ന് വെച്ചാൽ ജസ്റ്റ് തീരെ വാല്യൂ ഫോർ മണി അല്ല, പ്രോഡക്റ്റ് അല്ല. പിന്നെ ക്യാമറ പെർഫോമൻസ് അതിന് പിന്നെ ഇപ്പോൾ കുറേ ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് 14 Pro സീരീസിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. 14 എന്തായാലും എടുക്കണ്ട, 14 എടുക്കണ്ട, 14+ എടുക്കണ്ട കേട്ടോ. അതിന് വേഗം നിങ്ങൾ 13 എടുക്കുകയാണ്. എന്താ വെച്ചാൽ അത് പ്രൈസ് ഡിഫറൻസ് നോക്കാൻ തന്നെ 6,000-7,000 രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ. അത് എക്സ്ട്രാ കൊടുക്കേണ്ടത് നമ്മൾ ജസ്റ്റ് കളറിന് വേണ്ടി കൊടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ വേറൊരു ചേഞ്ചും ഇല്ല.
ജസ്റ്റ് ഒരു GPU ട്വീറ്റ് ചെയ്തിട്ട് ട്വീക്ക് ചെയ്തിട്ട് ഒരു കോഡ് കൂട്ടി വെച്ചിട്ട് അത്രേ ഉള്ളൂ. അതും നിങ്ങൾക്ക് പെർഫോമൻസ് ഒന്നും മനസ്സിലാവാൻ പറ്റില്ല. അപ്പോൾ iPhone 14 എടുക്കണ്ട, iPhone 14 Plus കൊടുക്കണ്ട കേട്ടോ. അതിന് വേറെ നിങ്ങൾ iPhone 13 എടുക്കാതിരിക്കും ഒരു വാല്യൂ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെർഫോമൻസിലോ ക്യാമറയിലോ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഒരു ഫീൽ ചെയ്ത കുറച്ച് നെഗറ്റീവ്സും പോസിറ്റീവ്സും. അപ്പോൾ നിങ്ങളൊരു ഐഫോൺ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ കാണാൻ കാരണം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം.